സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ടെലിവിഷൻ താരവും നടിയും നൃത്താധ്യാപികയുമാണ് ദേവി ചന്ദന. അടുത്തിടെ താൻ നേരിട്ട ഒരു ഗുരുതര ആരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് ദേവി ചന്ദന തന്റെ യൂട്യൂബ് വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് അല്പം ഗുരുതരാവസ്ഥയെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ കുറച്ചു ദിവസം കഴിയേണ്ടി വന്നിരുന്നു. ചെറിയ ശ്വാസമുട്ടൽ അനുഭവിച്ചിട്ടാണ് ആശുപത്രിയിൽ പോയത്. പരിശോധനയിലാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത്. ലിവർ എൻസൈമുകൾ ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഓണക്കാലത്ത് ഐസിയുവിൽ കഴിയേണ്ടി വന്നു. രോഗം ഭേദമാക്കിയ ശേഷം ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കി ദേവിചന്ദന തന്റെ യൂട്യൂബ് വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് താരം ഉപദേശിക്കുകയും ചെയ്തു. ആശുപത്രി അഡ്മിറ്റ് ആയപ്പോൾ തുടർന്ന് നൃത്തപരിപാടികൾ ഉൾപ്പെടെയുള്ളവ മാറ്റിവെക്കേണ്ടി വന്നതും ഇപ്പോഴിതാ താൻ പങ്കുവച്ച ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് വിമർശിക്കുകയാണ് ദേവിചന്ദന. പുതിയ വീഡിയോയിലായിരുന്നു ചില മാധ്യമങ്ങൾക്കെതിരെ വിമർശനം. ദേവിചന്ദനയുടെ വാക്കുകൾ ഇങ്ങനെ: ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്ന കിടപ്പ് വലിയ സങ്കടമായിരുന്നു. പുറത്തു പോകാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഡാർക്ക് ഫേസിലൂടെ കടന്നുപോയത്. അതെല്ലാം ഏകദേശം കഴിഞ്ഞു. തിരിച്ച് ഷൂട്ടിങ്ങിലേക്ക് മടങ്ങുകയാണ്. അതിനിടെ ഓൺലൈൻ മാധ്യമങ്ങൾ ഞങ്ങളൊക്കെ സമ്മതിച്ചു, ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ സംഭവിച്ചത്. ജീവനോട് മല്ലിട്ട് ദേവിചന്ദന: എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, താൻ എപ്പോഴാണോ മരിക്കാൻ പോയത്. സോഷ്യൽ മീഡിയയിൽ ചില ചാനലുകളൊക്കെ രോഗാവസ്ഥയെക്കുറിച്ച് ഭയങ്കര എഴുതുന്നുണ്ട്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു കാര്യം വലുതായി വരുന്നത് നമ്മൾ പോലും അറിയില്ല. കുറച്ചുപേർ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. ചില ഡോക്ടർമാർ ഇത് സീരിയസ് ആയി എടുത്ത് അവരുടെ വരുംവരായികളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. അതൊക്കെ എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പോലും പലർക്കും അറിയത്തില്ല. പലരും ചോദിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് എന്താ? മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ പോരെ? മഞ്ഞപ്പിത്തം പല ടൈപ്പ് ഉണ്ട്. ചിലർക്ക് ഒരാഴ്ച കൊണ്ട് അത് മാറും. നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടോ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചാകും രോഗം കൂടിപ്പോകുന്നത്. പിന്നെയും വച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴേക്കും കുറച്ച് സീരിയസ് ആയി പോയി.